നമസ്കാരം, ശ്രീനിയാലക്കുടാണ്. എനിക്ക് സാമ്പത്തികം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ നേരിട്ട് വിളിച്ച് ചോദിക്കും. അല്ലാതെ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ വന്ന് അല്ല സുഹൃത്തെ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, ഒന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്തു തരുമോ എന്ന് ഞാൻ ചോദിക്കില്ല. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 8:13 കൂടി എനിക്ക് ഒരു മെസ്സേജ് വരുന്നു. മറുതലയ്ക്കൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ന്യൂസ് 18 കണ്ണൂർ ബ്യൂറോ ചീഫുമായ പ്രിയപ്പെട്ട മനു ഭരതായി. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനൊരു കൈയൊക്കെ കൊടുക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു. മനുവേട്ടൻ്റെ ഫോട്ടോ, മനുവേട്ടൻ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ നോക്കിയപ്പം എവിടെയോ ഉള്ള സ്ഥലമാണ്. ഈ പുള്ളി ഇടയ്ക്ക് ഉത്തരേന്ത്യയിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെയൊക്കെ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരിക്കും. നല്ല അടിപൊളി ഫോട്ടോ ആണല്ലോ, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മനുവേട്ടൻ നല്ലൊരു ഫോട്ടോ. അതൊക്കെ കണ്ടു. അങ്ങനെ ഹൗ ആർ യു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു സുഖം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് വേർ ആർ യു നൗ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലെത്തി എന്ന് മലയാളത്തിൽ തന്നെ പറഞ്ഞു. അപ്പം വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ എന്ന്, ഓൾ ഫൈൻ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് മനുവേട്ട എവിടെയാണെന്ന് ഞാൻ മലയാളത്തിൽ ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ് ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്നോട് അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് മലയാളത്തിൽ ചോദിച്ചു. ഡു യു ഹാവ് ഗൂഗിൾ പേ എന്ന് അദ്ദേഹം ഇംഗ്ലീഷ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ, എന്ത് പറ്റി എന്ന് ഞാൻ അങ്ങോട്ട് മറുപടി ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ഹാഡ് ടു ട്രാൻസ്ഫർ സം മണി ടു എ ഫ്രണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വിൽ യു എന്ന് ഇങ്ങോട്ടേക്ക് മറുപടി പറയുന്നു. അപ്പോൾ ഞാൻ എത്രയാണ് ഏട്ടാ വേണ്ടതെന്ന് മനുവേട്ടനോട് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു 10K എന്ന് പറയുന്നു, അതായത് 10,000 രൂപ വേണമെന്ന് പറയുന്നു. ഐ വിൽ റിട്ടേൺ ഇൻ ദ ടുമോറോ മോർണിംഗ് എന്ന് മനുവേട്ടൻ ഇങ്ങോട്ട് പറയുന്നു. പക്ഷേ എനിക്ക് അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ ഇദ്ദേഹം വീട്ടിലെത്തി മനുവേട്ടൻ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ സംതിങ് റോങ് ഉണ്ടെന്ന്. അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇവൻ്റെ പരിപാടി ഒന്ന് അറിയണമല്ലോ, എങ്ങനെയൊക്കെയാണ് ഇവൻ എവിടം വരെ പോകുമെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ രീതിയിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ എത്രയാണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ 10,000 എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ വൈകുന്നേരം തിരിച്ചു തരാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ 10,000 അക്കൗണ്ടിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗ മച്ച് ഇൻ അക്കൗണ്ട് ബാലൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 5,000 കാണും, കയ്യിൽ ക്യാഷ് ഉണ്ട്, വേണമെങ്കിൽ തരാമെന്നുള്ള വിധത്തിൽ ഞാൻ ആ രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ മലയാളത്തിലാണ് ഇതൊക്കെ അയക്കുന്നത്, ഇംഗ്ലീഷിലല്ല. പക്ഷേ ഈ മലയാളത്തിൽ അയക്കുന്ന മറുപടിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിൽ മറുപടി വരുന്നത് എന്ന് ഓർക്കണം. അപ്പം 5,000 കാണുമെന്നുള്ളതിൻ്റെ ആ മെസ്സേജിന് തൊട്ട് അദ്ദേഹം മറുപടി അയച്ചിരിക്കുന്നു 5,000 നൗ ട്രാൻസ്ഫർ. ഓക്കെ, 5,000 എങ്കിൽ 5,000 ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കൂ എന്ന് ഈ മറുതലക്കുള്ള ആൾ എന്നോട് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് നമ്പറിലേക്കാണ് ചേട്ടാ അയക്കേണ്ടത്, ഞാൻ ഈ നമ്പറിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഏത് നമ്പറിലേക്കാണ് അയക്കേണ്ടത് ചേട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു നമ്പർ അയച്ചിരുന്നു. ആ നമ്പറാണ് കാണുന്നത് 800 66 54 340. ദിസ് ഈസ് ദ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ് അയാൾ സന്ദേശം അവസാനിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ നൗ ട്രാൻസ്ഫർ ഓക്കെ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അയാൾക്ക് മറുപടി അയക്കുന്നു, ഏട്ടാ സെൻഡ് ആവുന്നില്ല, സെർവറാണ് പ്രശ്നം. മലയാളത്തിലാണ് അയക്കുന്നത്, ഏട്ടാ സെൻഡ് ആവുന്നില്ല, സെർവറാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അവിടുന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇംഗ്ലീഷിൽ മറുപടി തരണമല്ലോ. അപ്പോൾ അക്കൗണ്ട് നമ്പർ തന്നാൽ ATM വഴി അയക്കാമെന്ന് ഞാൻ മറുപടി പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു നൈം ഈസ് മഹേഷ് കുമാർ എന്ന് അയാൾ തിരിച്ചയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു CDMA ATM ഇവിടെ അടുത്തുണ്ട്, അവിടെ പോയി ഇടട്ടെ എന്ന് മലയാളത്തിൽ ചോദിക്കുന്നു. സുഹൃത്തിൻ്റെ അക്കൗണ്ട് നമ്പർ തരാൻ പറയുമെന്ന് ഞാൻ അയാളോട് പറയുന്നു. യു സെൻഡ് മീ ഗൂഗിൾ പേ നമ്പർ അത് പറയുന്നു. ഐ വിൽ സെൻഡ് ₹1 കൺഫേം. ഓക്കെ, എൻ്റെ ഗൂഗിൾ പേ നമ്പർ അയാൾക്ക് കൊടുക്കും, ഞാൻ ₹1 ഇങ്ങോട്ട് അയക്കാം, എന്നിട്ട് കൺഫേം ആക്കാമെന്ന് അയാൾ പറയുന്നു. ചേട്ടാ നോ രക്ഷ, സെൻഡ് ആകുന്നില്ല, ക്യാഷ് കണ്ണൂരിൽ നിന്ന് വാങ്ങാവോ, ഞാൻ വിളിച്ചു പറയാമെന്ന് ഞാനൊരു രീതിയിൽ അയാളോട് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഐ വിൽ സെൻഡ് അക്കൗണ്ട് നമ്പർ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ അക്കൗണ്ട് നമ്പർ അയക്കാമെന്ന് അയാൾ പറയുന്നു. ഞാൻ ഓക്കെ ഏട്ടാ എന്ന് മറുപടി കൊടുക്കുന്നു. അക്കൗണ്ട് ഹോൾഡർ നെയിം ഡോറിലാൽ, അക്കൗണ്ട് നമ്പർ 91 86 50 46 15 91, IFSC കോഡ് PYTM 01234556 എന്നാണ് IFSC കോഡൊക്കെ പറഞ്ഞത്. നൗ ട്രാൻസ്ഫർ ഓക്കെ എന്ന് അയാൾ പറയുന്നു. അയ്യോ ചേട്ടാ ഇത് മലയാളിയാണ് അല്ലേ എന്ന് ഞാൻ അങ്ങനെ ആക്കി പറയുന്നു. ചേട്ടൻ ഇപ്പോൾ കണ്ണൂരല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ഏട്ടാ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ നൗ ട്രാൻസ്ഫർ, പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യൂ എന്ന് അയാൾ പറയുന്നു. ഏട്ടാ ബാങ്കിൻ്റെ പേര് ബ്രാഞ്ച് നമ്പറും തരൂ എന്ന് ഞാൻ
പറയുന്നു. ഇതൊക്കെ അറിയണമല്ലോ, എന്താണ് ഇവൻ എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്. പേയ്മെന്റ് പേടിഎം പേയ്മെന്റ് ബാങ്ക് ബ്രാഞ്ച് നോയിഡ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. 1 മിനിറ്റ് ഏട്ടാ ഓക്കെ ആയില്ലേ, ഞാൻ അയച്ചു എന്ന് അയാൾക്ക് മറുപടി കൊടുക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കൂ, സ്ക്രീൻഷോട്ട് സെൻഡ് മീ എന്ന് പറയുന്നു. കിട്ടിയോ എന്ന് അയാളോട് ചോദിക്കുക എന്ന് ഞാൻ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞു. കിട്ടിയോ എന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കുക എന്ന് ഞാൻ സാധാരണ ഭാഷയിൽ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി. ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഈ വാട്ട് എന്ന് അയാൾ ചോദിച്ചു. ഞാൻ ക്യാഷ് കിട്ടിയോ എന്ന് ചോദിച്ചു. അന്നേരം ഇയാൾ മലയാളത്തിൽ തന്നെ ഹിന്ദി വേർഡ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ അഭി നഹീം ഹുവാ ഹെ എന്ന് പറഞ്ഞു. ഓ ഞാൻ പറഞ്ഞു ആണോ എന്ന് ഞാൻ ചോദിച്ചു. ആപ്കോ പൈസ ദൽന ഹൈ യാ നഹീം യാ ബതാവോ എന്ന് പറയുന്നു. ഓ പാവം ചേട്ടൻ, ഇത്രയും സമയം ചാറ്റ് ചെയ്തതിന് നന്ദി ചേട്ടാ, ഇനി സുഖമായി ഉറങ്ങിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞ് 8:45 ഞാൻ അദ്ദേഹത്തിന് അവസാനത്തെ മറുപടി കൊടുക്കുന്നു. അവസാനത്തെ മറുപടി ആയില്ല, ഒരു 8:52 ആകുമ്പോൾ ഉറങ്ങിയോ ചേട്ടാ എന്ന് ഞാൻ വീണ്ടും ഒരു മറുപടി ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹിന്ദി എനിക്ക് അത്ര വശമില്ലെങ്കിൽ പോലും ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടു കൂടി മലയാളത്തിൽ നല്ല പച്ച തെറി വിളിച്ച് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്നിട്ട് എടാ ഡാഷ് മോനെ പോയി വല്ല ജോലി നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ക്ലോസ് ചെയ്തു. അപ്പോൾ തന്നെ അയാൾ എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടിപ്പോയി. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മൾ പലരും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. പലരിൽ നിന്നും ഇത്തരത്തിൽ ചില ആളുകൾ പണം പിരിച്ചെടുക്കുന്നുണ്ട്. സുഹൃത്തിനാണ് അല്ല സുഹൃത്തിന്റെ പേര് പറഞ്ഞ് വ്യാജ അക്കൗണ്ട് നിർമ്മിച്ച് ആ അക്കൗണ്ടിലേക്ക് പല ആളുകളും പണം അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ഇത്തരത്തിൽ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ചിന്തിക്കാതെ നമ്മൾ പണം അയച്ചു കൊടുത്തിരിക്കും. എന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വിളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ആ തട്ടുകേട് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ ചാറ്റ് ചെയ്ത് ഇവന്റെ ഏതാണ്ട് അഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഇത്രയധികം ചാറ്റ് ചെയ്ത് ഇവരുമായി സംസാരിച്ചു. പലരും അതിന് നിൽക്കാറില്ല. അപ്പം പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഗൂഗിൾ പേയിൽ അക്കൗണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞാൻ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്. ഒരു കാരണവശാലും സുഹൃത്തിനെ വിളിക്കാതെ 1 രൂപ പോലും ഇത്തരത്തിൽ ആളുകൾക്ക് അയച്ചു കൊടുക്കരുത്. എത്ര പ്രിയപ്പെട്ട സുഹൃത്തായാൽ പോലും ആ സുഹൃത്ത് നിങ്ങളെ ഫോണിൽ വിളിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്ന അതേ നമ്പർ അയാളുടെ കയ്യിലുണ്ടാകും. ആ നമ്പറിൽ നിങ്ങളെ വിളിച്ചാൽ അയാൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഈ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ വരുന്ന സന്ദേശം കൊണ്ട് പണം അയച്ചു കൊടുക്കരുത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ വലയിൽ വീഴാതിരിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധ കാണിക്കണമെന്ന് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ വലയിൽ വീഴാതിരിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധ കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.